നഗരസഭയിലേക്ക് പ്രതിഷേധവുമായി ബിജെപി. നഗരസഭയിലേത് വികസനരഹിത അഴിമതി ഭരണമാണെന്നാരോപിച്ചാണ് മാർച്ച്. നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. കാസർഗോഡ് നഗരസഭയിൽ UDF ഭരിക്കുന്ന കാസർഗോഡ് നഗരസഭയിൽ വികസന മുരടിപ്പും അഴിമതി ആരോപണവും ഉന്നയിച്ചാണ് പ്രതിപക്ഷ ഭരണകക്ഷിയായ BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. നഗരസഭാ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചതോ നേരിയ സംഘർഷത്തിനിടയാക്കി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിച്ചു. വികസനമല്ല അഴിമതിയാണ് ഭരണപക്ഷം ആഗ്രഹിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പറഞ്ഞു. കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഏത് ഡെവലപ്മെന്റ് കൊണ്ടുവരാത്ത ഒരു ഗതികെട്ടിട്ടുള്ള മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് മാറിയിട്ടുണ്ട്. കാസർഗോഡ് എന്ന് പറയുന്നത് ഒരു സ്ഥലം നമുക്ക് അങ്ങോട്ട് മാംഗ്ലൂർ കർണാടകയോ അല്ല, ഇങ്ങോട്ട് കേരള അല്ല എന്ന് പറയുന്ന ഒരു കടിനാട് പ്രദേശമായിട്ട് മാറിയിട്ടുള്ള സാഹചര്യത്തിൽ അതിന്റെ ഫുൾ ഉത്തരവാദിത്തം കാസർഗോഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ വേണ്ട എല്ലാ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ കഴിഞ്ഞ 25 years ആയിട്ട് ഇവിടെ ഭരണം നടത്തുകയാണ്. നാണമാനില്ലേ ഭരണഘടകന്മാർക്ക് ഞാൻ ചോദിക്കുകയാണ്. കഴിഞ്ഞ 11 years കൊണ്ട് നരേന്ദ്രമോദിജി സർക്കാർ വന്ന ശേഷം നമ്മളെ ഭാരതത്തിൽ എല്ലാ സ്റ്റേറ്റുകളിലും പോയി കഴിഞ്ഞെങ്കിൽ എത്ര നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്ന് എടുത്ത് പറയാനേ നമുക്ക് പകുതി ദിവസം പോലും മതിയാവുന്നില്ല. അങ്ങനെയുള്ള സ്ഥിതിയിൽ ഇവിടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പറയുന്ന ഒരു ചെറിയ കോർപ്പറേഷനിൽ പോലും ഒരു ഡെവലപ്മെന്റ് ആയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല. നഗരസഭാ പ്രതിപക്ഷ നേതാവ് P. രമേശ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, വരപ്രസാദ് കോട്ടക്കണി, ഉമാ കടപ്പുറം, സവിത ടീച്ചർ, പ്രമീള മജൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.